നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി. കൊല്ലത്തു നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞോടിയ ആന കാറും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലും ഗേറ്റും തകർത്തു. ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിലേക്ക് ഇടഞ്ഞോടിയ ആന 2 മണിക്കൂറോളം കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. മലയിടം തുരുത്ത് കുഴിയൊടിപ്പിക്കൽ. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കുമെന്നും 10 വർഷം അധികാരത്തിലിരുന്ന് ഒന്നും ചെയ്യാത്ത ഇടതുപക്ഷം തെറ്റിദ്ധാരണ പരത്തുന്നതായും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പാലക്കാട്ടെത്തിയ പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ UDF പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം. കടം കൊടുത്ത പണം ഈടാക്കാനായി കോടതി അറ്റാച്ച് ചെയ്ത ഭൂമി മറിച്ചു വിറ്റതായി പരാതി. അട്ടപ്പാടി പൂതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കവേലുവിനെതിരെ പൂതൂർ പഞ്ചായത്തിലെ താമസക്കാരനായ ശിവദാസാണ് ആരോപണം ഉന്നയിച്ചത്. വില്ലേജ് ഓഫീസറെയും രജിസ്ട്രാർ ഓഫീസറെയും സ്വാധീനിച്ച് രേഖയുണ്ടാക്കി സ്ഥലം വിൽപ്പന നടത്തിയതായി ശിവദാസ്. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി. കൊല്ലത്തു നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഇടഞ്ഞോടിയ ആന കാറും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലും ഗേറ്റും ഉൾപ്പെടെ തകർത്തു. ഇടഞ്ഞോടിയ ആന ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിൽ 2 മണിക്കൂറോളം പരിഭ്രാന്തി സൃഷ്ടിച്ചു. ശനിയാഴ്ച രാവിലെ 9:15 സംഭവം. കുളിപ്പിക്കാൻ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്നതിനിടെ ചെമ്പൂക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ നിന്നാണ് ആന ഇടഞ്ഞോടിയത്. ഓട്ടത്തിനിടെ വഴിയിലുണ്ടായിരുന്ന കാറും ഓട്ടോറിക്ഷയും ആന തകർത്തു. ചെമ്പൂക്കാവിൽ നിന്നും ഓടിയ ആന 2 കിലോമീറ്ററോളം ദൂരം ഓടി ചേറൂർ ഗാന്ധിനഗർ വരെ എത്തി. ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിലേക്ക് കടന്ന ആന ഹൗസിംഗ് കോളനിയിലെ ഇടവഴികളിലൂടെയും ഓടി. ഇതിനിടെ ഇരുചക്രവാഹനങ്ങളും വീട്ടുമതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ ആന തകർത്തു. ആന 2 മണിക്കൂറോളം ഹൗസിംഗ് കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിനിടെ പോലീസും എലിഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഏറെ നേരം പണിപ്പെട്ടാണ് ആനയുടെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആനയെ തളച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പാലക്കാട്ടെത്തിയ പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ UDF പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം ഒരുക്കി. മന്ത്രി KA തുളസിയും ഭർത്താവും MP-യുമായ VK ശ്രീകണ്ഠനും ഒന്നിച്ച് ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറിലാണ് ഒലവക്കോട്ടെത്തിയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം കഴിഞ്ഞ ദിവസം ഷൊർണൂരിലെത്തിയ മന്ത്രി KA തുളസി ഭർത്താവും MP-യുമായ VK ശ്രീകണ്ഠനും ഒന്നിച്ച് ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറിലാണ് ഒലവക്കോടെത്തിയത്. UDF മന്ത്രിസഭയിൽ പാലക്കാട് നിന്നുള്ള വനിതാ മന്ത്രിയാണ് KA തുളസി. മന്ത്രിക്ക് സ്വീകരണം നൽകാനായി മന്ത്രി എത്തുന്നതിന് മുന്നേ തന്നെ UDF നേതാക്കളും പ്രവർത്തകരും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. പൂച്ചെണ്ടും പൊന്നാടയും നൽകിയായിരുന്നു സ്വീകരണം. പ്രവർത്തകരുടെ ആഹ്ലാദ തിമിർപ്പിനിടയിൽ ഏറെ കഷ്ടപ്പെട്ടാണ് മന്ത്രി സ്റ്റേഷന് വെളിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ കോടതിയോട് സാവകാശം ചോദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി KA തുളസി. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കുമെന്നും 10 വർഷം അധികാരത്തിലിരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ഇടതുപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഒലവക്കാട് UDF പ്രവർത്തകർ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു KA തുളസി. കുടിയൊഴിപ്പിക്കൽ പുതിയ സർക്കാരിന്റെ നടപടിയാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ്. പുനരധിവാസമാണ് UDF നയം. 10 വർഷം ഭരിച്ചിട്ട് വിഷയത്തിൽ ഇടപെടാത്തവരാണ് ഇപ്പോൾ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് ജനങ്ങൾ വിലയിരുത്തും. പാലക്കാട് മെഡിക്കൽ കോളേജിനെ പ്രവർത്തന സജ്ജമാക്കും. മെഡിക്കൽ കോളേജിലെ നടന്ന നിയമനങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. ജനകീയ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി എപ്പോഴും പ്രവർത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമായി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പാലക്കാട്ടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കും. ജനങ്ങളുടെ മുന്നിൽ വളരെ സുതാര്യമായ രീതിയിൽ ചെയ്യുക. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. കാരണം ആ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നത് കൃത്യമായിട്ടും സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്നുള്ളത് ഉറപ്പുവരുത്തും. തീർച്ചയായും വകുപ്പിന് ചെയ്യാനുള്ളത് ഇതാണ്. കോടതി ഉത്തരവ് വളരെ ദൃഢമായിട്ട് നിലനിൽക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുകളെ ഏറ്റവും അടിയന്തരമായിട്ട് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നടപടി ആയിരിക്കില്ല. അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോവുകയുള്ളൂ. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, UDF കൺവീനർ മരക്കാർ മാരായമംഗലം,
UDF ചെയർമാൻ P. ബാലഗോപാൽ, PV രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മന്ത്രിക്ക് സ്വീകരണമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കടം കൊടുത്ത പണം ഈടാക്കാനായി കോടതി അറ്റാച്ച് ചെയ്ത ഭൂമി മറിച്ചുവിറ്റതായി ആരോപണം. അട്ടപ്പാടി പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കവേലുവിനെതിരെ പുതൂർ പഞ്ചായത്തിൽ താമസക്കാരനായ ശിവദാസാണ് ആരോപണം ഉന്നയിച്ചത്. വില്ലേജ് ഓഫീസറെയും രജിസ്ട്രാർ ഓഫീസറെയും സ്വാധീനിച്ച് രേഖയുണ്ടാക്കി സ്ഥലം വിൽപ്പന നടത്തിയെന്നും ശിവദാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കരാറുകാരനായ തങ്കവേലുവിന് 2012 6 ലക്ഷം രൂപ ബാങ്ക് പലിശയ്ക്ക് ശിവദാസൻ നൽകിയിരുന്നു. പ്രമാണങ്ങൾ എഴുതി വാങ്ങിയാണ് തങ്കവേലുവിന് പണം നൽകിയത്. പണം തിരികെ കിട്ടാതെ വന്നതോടെ മണ്ണാർക്കാട് കോടതിയെ സമീപിച്ചു. പണം ഈടാക്കാനായി കോടതി അറ്റാച്ച് ചെയ്ത സ്ഥലത്ത് കഴിഞ്ഞ മാർച്ചിൽ വ്യാജരേഖയുണ്ടാക്കി വിൽപ്പന നടത്തിയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പുതൂർ പഞ്ചായത്ത് ഭരിക്കുന്ന തങ്കവേലു കോടതിയെ പോലും പറ്റിച്ചിരിക്കുകയാണെന്നും ശിവദാസൻ പറഞ്ഞു. പലിശയും മുതലും ചോദിച്ചു. അപ്പൊ പലിശക്കാണ് കൊടുത്തത്. അതെ ബാങ്ക് പലിശാണിട്ട് തന്നിരിക്കുന്നു. ഇപ്പൊ ബാങ്ക് പലിശാണിട്ട് കോടതി ഇപ്പൊ വിധിയാക്കി തന്നിട്ടുണ്ട്. നമുക്ക് കോടതി ഒന്ന് നമുക്ക് വിധിയാപ്പെടുത്തുന്നു. ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ പൈസ പഠിത്തെന്ന് പറഞ്ഞു. പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അയാൾ കേസ് കൊടുത്തോ? അയാൾ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിന്നെ പൈസക്ക് വേണ്ടി കോടതി പോയി. അപ്പൊ കേസ് കൊടുത്ത എനിക്ക് ഞാൻ പൈസ കൊടുത്ത പൈസ ചോദിക്കാൻ പോകുന്നത്. ഇല്ലാതെ കള്ളക്കടത്തോളം ഇല്ലല്ലോ. നിങ്ങൾ കുബേരൻ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ DSP അവിടെയൊക്കെ പോലീസ് കേസ് കൊടുത്തു. 2-3 വട്ടം കൊടുത്തപ്പോ കേസ് എടുത്തില്ല. പോലീസുകാർ കേസ് എടുത്തില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി 100 പ്രകാശ വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ 2027 ജനുവരിയിൽ 28, 29, 30, 31 തീയതികളിലായി മലപ്പുറം വാദി ഹൈമനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിന്റെ മുന്നോടിയായി കേരള മുസ്ലിം ജമാഅത്തെ വടക്കാഞ്ചേരി സോൺ തല പ്രചാരണ ഉദ്ഘാടനം ചെറുതുരുത്തി EK നായനാർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. സമസ്ത തൃശൂർ ജില്ലാ സെക്രട്ടറി മുസ്തഫ കാമിൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഈ 100 വർഷങ്ങളെക്കുറിച്ച് പ്രകാശവർഷമെന്ന് പറയുന്നത് അത് കേവലം ഒരു ആലങ്കാരികമല്ല, അല്ലെങ്കിൽ ഒരു ഭംഗി വാക്കല്ല. അർത്ഥവത്തായ ഈ രാജ്യത്തെ വിശിഷ്യ മുസ്ലിം സമൂഹത്തിന് അവരുടെ വിശ്വാസവും അവരുടെ ജ്ഞാനവും അവരുടെ ജീവിതത്തിൻ്റെ സംസ്കാരവും വ്യവഹാരങ്ങളുമൊക്കെ ആത്മചൈതന്യത്തിൻ്റെ പ്രകാശം കൊണ്ട് ജ്വലിപ്പിച്ച 100 വർഷക്കാലമാണ് കഴിഞ്ഞു പോകുന്നത്. സോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ അബ്ദുള്ള അൻവരി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി പ്രമേയ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്തെ ജില്ലാ നേതാക്കളായ വരവൂർ മുഹീദ്ദീൻ കുട്ടി സഖാഫി, MS മുഹമ്മദ് ഹാജി, KR മുഹമ്മദ് അൻവരി, KK മുഹമ്മദ് സഖാഫി, ചെറുതുരുത്തി മഹല്ല് പ്രസിഡന്റ് സൈദലവി ഹാജി, SSF ജില്ലാ സെക്രട്ടറി KM മുഹമ്മദ് അനസ്, അബ്ദുൾ റഷീദ് സഖാഫി, PSA വഹാബ് ഹാജി വരവൂർ, KA അലി അഷ്റഫി, അബ്ദുൽ ഖാദർ സഖാഫി, ഹുസൈൻ സഖാഫി, അബ്ദുൽ ലത്തീഫ് സഖാഫി, മരക്കാർ മുസ്ലിയാർ, സൈദലവി ഇർഷാദി, അബ്ദുൽ ഹക്കീം ചെറുതുരുത്തി, ഷറഫുദ്ദീൻ സഖാഫി എന്നിവർ സംസാരിച്ചു. സോൺ സെക്രട്ടറി മൊയ്തീൻ കുട്ടി സഖാഫി സ്വാഗതവും സോൺ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാറൂനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായിൽ കുടുംബശ്രീ ADS പരിശീലനം സംഘടിപ്പിച്ചു. റീതം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം R കേശവൻ, CR ശിവശങ്കരൻ, C ബിന്ദു, മുഹമ്മദ് ഹാരിസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്ലോറി മോൾ ജോൺ, പെരിങ്ങോട്ടുകുറിശി CDS ചെയർപേഴ്സൺ C ബിന്ദു എന്നിവർ സംസാരിച്ചു. സ്പാരോ ടീം അംഗങ്ങളായ കുഞ്ഞിലക്ഷ്മി, പ്രമീള, ആതിര, ശ്രീജ എന്നിവർ ക്ലാസ് എടുത്തു. CDS ചെയർപേഴ്സൺ R റിൻസി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ R രമി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനക്കളരി ശാസ്ത്ര പുസ്തക പരിചയം സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന വായനക്കളരി പെരിന്തൽമണ്ണ മാത്തമാറ്റിക്സ് PTM ഗവൺമെൻറ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ P സുമ ഉദ്ഘാടനം ചെയ്തു. ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് വായനകളരി സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മനോജ് സ്വാഗതം പറഞ്ഞു. ലൈബ്രറി സെക്രട്ടറി KC രാജൻ, വൈസ് പ്രസിഡന്റ് RG പിള്ള എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ R മണി, K സുരേഷ്, ശ്രീജ ഹരിദാസ്, MC ശങ്കരൻ, ലൈബ്രറിയന്മാരായ CK ഗോവിന്ദൻകുട്ടി, M റമല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ഷൊർണൂർ നഗരസഭയിൽ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പരിശീലന ക്യാമ്പ് തുടരുന്നു. കുട്ടികളുടെ സമഗ്ര വികസനത്തിനും സാമൂഹിക ബോധവൽക്കരണത്തിനും വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ അറിവുകൾ ലഭിക്കാനായതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. പരിശീലന ക്യാമ്പിന്റെ ഭാഗമായി ശനിയാഴ്ച എക്കോ ഡ്രാമ, ഒരു കുട്ടി എങ്ങനെ മറ്റൊരു കുട്ടിയെ വിലയിരുത്താം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കൂടുതൽ അറിവ് നേടാനായതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. റിസോഴ്സ് പേഴ്സൺമാരായ ബേബി ഗിരിജ, ഭാനുമതി എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കുട്ടികളുടെ സമഗ്ര വികസനത്തിനും സാമൂഹ്യ ബോധവൽക്കരണത്തിനും വേണ്ടിയാണ് ഷൊർണൂർ നഗരസഭയിൽ CDSന്റെ നേതൃത്വത്തിൽ ബാലവേദി കുട്ടികൾക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെസ്റ്റ് ഇവ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100-ൽ പരം കുട്ടികൾ പങ്കെടുത്തു വരുന്നുണ്ട്. 3 ദിവസത്തെ ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി. കൊല്ലത്തു നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞോടിയ ആന കാറും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലും ഗേറ്റും തകർത്തു. ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിലേക്ക് ഇടഞ്ഞോടിയ ആന 2 മണിക്കൂറോളം കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. മലയിടം തുരുത്ത് കുഴിയൊടിപ്പിക്കൽ. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കുമെന്നും 10 വർഷം അധികാരത്തിലിരുന്ന് ഒന്നും ചെയ്യാത്ത ഇടതുപക്ഷം തെറ്റിദ്ധാരണ പരത്തുന്നതായും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പാലക്കാട്ടെത്തിയ പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ UDF പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം. കടം കൊടുത്ത പണം ഈടാക്കാനായി കോടതി അറ്റാച്ച് ചെയ്ത ഭൂമി മറിച്ചു വിറ്റതായി പരാതി. അട്ടപ്പാടി പൂതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കവേലുവിനെതിരെ പൂതൂർ പഞ്ചായത്തിലെ താമസക്കാരനായ ശിവദാസാണ് ആരോപണം ഉന്നയിച്ചത്. വില്ലേജ് ഓഫീസറെയും രജിസ്ട്രാർ ഓഫീസറെയും സ്വാധീനിച്ച് രേഖയുണ്ടാക്കി സ്ഥലം വിൽപ്പന നടത്തിയതായി ശിവദാസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത വൈകുന്നേരം 6 മണിക്ക്. നന്ദി, നമസ്കാരം.